വൈത്തിരി, ബത്തേരി താലൂക്കുകളിൽപ്പെട്ട ഭൂമികളാണ് വിൽപ്പന നടത്തിയിട്ടുള്ളത്. അച്ചൂരാനം, കോട്ടപ്പടി, മൂപ്പൈനാട്, നെന്മേനി, മുട്ടിൽ, പിണങ്ങോട്, കുന്നത്തിടവക, തൃക്കേപ്പറ്റ വില്ലേജുകളിലായാണ് ഭൂമിയുള്ളത്. പാട്ടത്തിന് നൽകുന്ന ഭൂമി കൈമാറ്റം ചെയ്യാൻ പാടില്ലെന്ന നിയമം നിലനിൽക്കെയാണ് റവന്യൂ അധികൃതരുടെ ഒത്താശയോടെ ഭൂമി വിൽപ്പന നടത്തിയിട്ടുള്ളതെന്ന് സമരസമിതി ആരോപിക്കുന്നു. 1940-നും 1980-നും ഇടയിലാണ് ഭൂമി മറച്ചുവിറ്റത്. പാട്ടത്തിന് നൽകിയ ഭൂമിക്ക് വ്യാജ ആധാരമുണ്ടാക്കിയാണ് വിൽപ്പന നടത്തിയതെന്നും സമരസമിതി പറയുന്നു. ലീസ് എടുത്തിട്ടുള്ള ഭൂമി വിൽപ്പന നടത്തുന്നതിന് യാതൊരുവിധ നിയമപരമായിട്ടുള്ള അർഹതയുമില്ലാത്ത കമ്പനി ഇത്തരത്തിൽ ഭൂമി വിൽപ്പന നടത്തിയിരിക്കുന്നത് കോടിക്കണക്കിന് രൂപയ്ക്കാണ്. ആ കോടിക്കണക്കിന് രൂപ അവർ കൈവശപ്പെടുത്തിയത് ഈ ഭൂമി കൃത്രിമമായിട്ടുള്ള ആധാരപ്രകാരം വിൽപ്പന നടത്തിയത് മൂലമാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഇവർക്കെതിരെ ക്രിമിനൽ കേസെടുത്തുകൊണ്ട് ഇവരെ ജയിലിലടയ്ക്കുകയാണ് വേണ്ടത്. 1984 വരെ മലയാളം പ്ലാന്റേഷൻ എന്ന പേരിലാണ് HML ഭൂമി കൈവശം വെച്ചിരുന്നത്. 2011-ൽ 99 വർഷത്തെ പാട്ടകാലാവധി അവസാനിച്ചു. പാട്ടഭൂമികൾ സർക്കാരിലേക്ക് തിരിച്ചെടുക്കാമെന്ന് കാണിച്ച് വിവിധ അന്വേഷണ കമ്മീഷനുകൾ റിപ്പോർട്ടുകൾ നൽകി. എന്നാൽ നടപടിയുണ്ടായില്ല. 1968-ൽ നടത്തിയ റീസർവേയിൽ തണ്ടപ്പേരിൽ ഉടമസ്ഥന്റെ പേര് മലയാളം പ്ലാന്റേഷൻ എന്ന് രേഖപ്പെടുത്തിയ റവന്യൂ അധികാരികളുടെ നടപടി ഏറെ വിവാദമായിരുന്നു. ഈ സമയത്താണ് വ്യാപകമായ മുറിച്ചു വിൽപ്പന നടന്നത്. ഹാരിസൺസ് മലയാളം പ്ലാന്റേഷന്റെ കൈവശമുള്ള അധിക ഭൂമി തിരിച്ചുപിടിക്കുന്നതിനായി സർക്കാർ തലത്തിൽ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരുന്നെങ്കിലും നോട്ടീസ് നൽകിയതല്ലാതെ കാര്യമായ നടപടികളൊന്നും ഉണ്ടായില്ല. മനേഷ് മൂർത്തി, മീഡിയ 1, വയനാട്.